കൊല്ലത്ത് DCC ഓഫീസിൽ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി. INTUC നേതൃസംഗമത്തിന് ഇടയിലാണ് തമ്മിലടി ഉണ്ടായത്. കൈപ്പള്ളി മാധവൻകുട്ടിയും ഏരൂർ സുഭാഷും തമ്മിലാണ് സംഘർഷമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എപ്പോഴാണ് സംഘർഷം? വിഷ്ണു, ഇന്ന് ഈ കൊല്ലത്തെ DCC ഓഫീസിലാണ് INTUCയുടെ നേതൃസംഗമം നടന്നത്. ഈ നേതൃസംഗമം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളി നേതാക്കൾ തമ്മിലുണ്ടാകുന്നത്. അതായത് ഈ കൈപ്പള്ളി മാധവൻകുട്ടി എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടതാണ്. എന്നാൽ INTUCയുടെ ചുമതലയുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് എത്തുന്നത്. ഈ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏരൂർ സുഭാഷ്, ഈ INTUCയുടെ നേതാവായിട്ടുള്ള ഏരൂർ സുഭാഷ് ഇയാളോട് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തിനാണ് ഈ യോഗത്തിനെത്ത് എന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു. അതൊക്കെ തന്നെ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലൊക്കെ ആയിരുന്നു ഈ ഒരു യോഗം നടന്നത്. ഈ യോഗം ജില്ലാ പ്രസിഡന്റ് എല്ലാ യൂണിയനുകളെയും സംബന്ധിച്ച് വിളിച്ചു ചേർത്തതായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. ഇവിടേക്കെത്തിയ ഈ കൈപ്പള്ളി മാധവൻകുട്ടിയെ എന്തിനിവിടെ എത്തി എന്നുള്ള ഒരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ കഴുത്തിന് കുത്തി പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ നേതാക്കൾക്കിടയിൽ വെച്ച് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഈ ഏരൂർ സുഭാഷാണ് ഇത്തരത്തിൽ ഇതിനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഇടമുളയ്ക്കൽ ബാങ്കിന്റെ ഉൾപ്പെടെ പ്രസിഡന്റായിരുന്ന ഈ കൈപ്പള്ളി മാധവൻകുട്ടിയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. എന്നാൽ എന്തിനാണ് ഇവിടേക്ക് എത്തിയതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ കോൺഗ്രസിൽ നിന്ന് മാത്രമേ പുറത്താക്കിയിട്ടുള്ളൂ, INTUCയുടെ പ്രസിഡന്റാണ്, INTUCയുടെ ചുമതല തനിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം, അതുകൊണ്ടാണ് താൻ ഈ നേതൃസംഗമത്തിൽ എത്തിയത് എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞത്. തുടർന്നാണ് ഇരുവരും തമ്മിൽ വാക്തർക്കം രൂക്ഷമാവുകയും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് പിന്നീടൊരു ഇരുവരും തമ്മിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയത്. എന്തായാലും യോഗം അവസാനിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ഈ കയ്യാങ്കളി ഉണ്ടാകുന്നത്. ഈ ജില്ലയിലെ തന്നെ പ്രധാന ചുമതലയിലേക്ക് വരേണ്ട ഒരു നേതാവാണ് ഈ ഏരൂർ സുഭാഷ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ സംസ്ഥാന നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കയ്യാങ്കളി ഉണ്ടാകുന്നത്. അതിനി ഏത് തരത്തിലേക്ക് മാറുമെന്നതിനെ കുറിച്ചാണ്. അതായത് ഈ കൈപ്പള്ളി മാധവൻകുട്ടി എന്ന് പറയുന്ന ഈ നേതാവ് അവിടേക്ക് എത്തുമ്പോൾ തന്നെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇരു വിഭാഗവും തമ്മിലുള്ള ഒരു സംഘർഷം അതിനി പാർട്ടി ഏത് നിലയിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിനെ കുറിച്ചൊക്കെ വരുന്ന ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യോഗം സമാധാനപൂർണ്ണമായി ഇപ്പോൾ അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു കയ്യാങ്കളി ഉണ്ടായിട്ടുള്ളത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.